ഉരുൾപൊട്ടലിൽ എല്ലാം തകർത്തെറിഞ്ഞ് രൗദ്രഭാവം പൂണ്ട പുന്നപ്പുഴ മുണ്ടക്കൈയെ ബന്ധിപ്പിക്കുന്ന ഏക ആശ്രയമായ ചൂരൽമല പാലവും തകർത്തെറിഞ്ഞു. ജൂലൈ 30 അർദ്ധരാത്രി 12 മണിക്ക് മുണ്ടക്കൈയിൽ ഒന്നാമത്തെ ഉരുൾപൊട്ടി. ചൂരൽമലയിലെ പാലം കുലുങ്ങിയില്ല. പക്ഷേ 2 മണിയോടെ രണ്ടാമത്തേത് പൊട്ടി. അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ചൂരൽമല പാലം നിന്ന സ്ഥലത്ത് പിന്നെ കുത്തിയൊഴുകുന്ന പുന്നപ്പുഴ മാത്രം. മനുഷ്യർ ഒറ്റപ്പെട്ട രാത്രി. മരിച്ചു വീണവർക്കൊപ്പം പാതിജീവനും കയ്യിൽ പിടിച്ച് നൂറുകണക്കിന് മനുഷ്യർ. പുറത്തു കടക്കാനുള്ള ഏക ആശ്രയമായ ചൂരൽമല പാലം നഷ്ടപ്പെട്ടതോടെ വടം കിട്ടിയായിരുന്നു ആദ്യ രക്ഷാപ്രവർത്തനം. ആദ്യം മൃതദേഹം എത്തിച്ചു, പിന്നാലെ പരിക്കേറ്റവരെ. വൈകാതെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടലുണ്ടായി. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും പാലം നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ വിമാനമാർഗം എത്തിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കി. മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിന് വലിയ വാഹനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞത് ബെയിലി പാലം വഴിയാണ്. വളരെ സഹായമായിട്ട് പാലം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചപ്പ കൊണ്ടുവരാൻ പറ്റിയത്. നല്ലൊരു ആശ്വാസമാണ് ഞങ്ങൾക്ക് ഈ ഒരു പാലം ഇവിടെ അവർ ഫിറ്റ് ചെയ്ത് തന്നതിന്. അതിന് ഞങ്ങൾ അവരെ എത്രമാത്രം നന്ദി പറഞ്ഞാൽ നമുക്ക് തീരില്ല. നന്ദി. നാടൊരുമിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രതീകമാണ് ഇന്ന് ബെയിലി പാലം. പക്ഷേ മുണ്ടക്കൈ എസ്റ്റേറ്റുകളിൽ തൊഴിലെടുക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. അവരുടെ യാത്രയും കച്ചവടവുമെല്ലാം സുഗമമാവണമെങ്കിൽ ഇനി പുതിയ പാലം വേണം.